നമ്മളെ ഗ്രൂപ്പിലെ ഏറ്റവും തമാശ പോസ്റ്റുകളിട്ട് അദ്ദേഹത്തിന്റെ വൈഫാണ്. പിന്നെ വന്നിട്ട് നമ്മുടെ മഹ്മൂദ ഇലിയാസ് സിസ്റ്റർ, ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ മതി. പേര് സൈദാബായോ, ഇപ്പൊ എല്ലാവരും ഒന്ന് കൈയടിച്ച് സൈദാബായി ആശംസകൾ. പിന്നെ വന്നിട്ട് നമ്മളെ പാർവതി മേനോനാണ്. പാർവതി ഇവിടെ സംസാരിക്കും. പേര് പറയണേ തമാശ പോസ്റ്റുകളിട്ട് അദ്ദേഹത്തിന്റെ വൈഫാണ്. പിന്നെ വന്നിട്ട് നമ്മുടെ മഹ്മൂദ ഇലിയാസ് സിസ്റ്റർ, ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ മതി. പേര് സൈദാബായോ, ഇപ്പൊ എല്ലാവരും ഒന്ന് കൈയടിച്ച് സൈദാബായി ആശംസകൾ. പിന്നെ വന്നിട്ട് നമ്മളെ പാർവതി മേനോനാണ്. പാർവതി ഇവിടെ സംസാരിക്കും. പേര് പറയണേ എന്റെ നാട് പാലക്കാടാണ്. ഞാൻ വളർന്നതൊക്കെ എറണാകുളത്ത്. കല്യാണം കഴിഞ്ഞ് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റില് മാളയിലാണ്. അവിടെ 2 മക്കള്, കുട്ടികളൊക്കെ അമേരിക്കയില്. ഞാൻ 6 മാസം അവിടെ, 6 മാസം. എന്റെ പേര് നിയാസ് അഹമ്മദ്. സ്വദേശം തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാടാണ്. കഴിഞ്ഞ 20 വർഷമായിട്ടുള്ള എറണാകുളത്താണ് താമസിക്കുന്നത്. പിന്നെ നമ്മള് ജലാൽ ഭായ് ആദ്യമായിട്ട് വരുന്ന നമ്മള് ജസ്റ്റ് നമ്മള് ജയനാരായണ സാർ. ഞാൻ എറണാകുളം കലൂർ താമസിക്കുന്നത്. ജയനാരായണ സാറിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. മതി മാജിദ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. കലൂർ ജലാലിന്റെ വൈഫാണ്. കലൂരിൽ ഓടി. എന്റെ സ്വദേശം കങ്ങരപ്പടി, ഈശ്വരക്കാക്കര. ജയനാരായണന്റെയും വിജയലക്ഷ്മിയും ജനാലൊക്കെ ഞങ്ങള് അടുത്തടുത്ത സുഹൃത്തുക്കളാണ്. ഏതോ പൊട്ടന്റെയും കിട്ടന്റെയും ഗ്രൂപ്പാന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ചിരിക്കുന്നത്. ഓടി. എന്റെ സ്വദേശം കങ്ങരപ്പടി, ഈശ്വരക്കാക്കര. ജയനാരായണന്റെയും വിജയലക്ഷ്മിയും ജനാലൊക്കെ ഞങ്ങള് അടുത്തടുത്ത സുഹൃത്തുക്കളാണ്. ഏതോ പൊട്ടന്റെയും കിട്ടന്റെയും ഗ്രൂപ്പാന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ചിരിക്കുന്നത്. എനിക്കെന്താണെന്ന് മനസ്സിലായിട്ടില്ല. എന്തായാലും എല്ലാവർക്കും അതെ സ്വാഗതം. ഒരു 2 ലക്ഷം രൂപ മെമ്പർഷിപ്പ് എടുത്തു. നമ്മള് പുതിയ ആൾക്കാരെ ഇൻട്രൊഡ്യൂസ്, പഴയ ആൾക്കാരെ എല്ലാവരും അറിയാലോ, പരസ്പരം എല്ലാവർക്കും അറിയാവുന്നവരും. നമ്മളെ ഒരു വിശിഷ്ടാതിഥി, അതായത് നമ്മൾ ഈ പരിപാടിക്ക് ചീഫ് ഗസ്റ്റ്. ഹലോ, അപ്പോ ആമി ആദ്യമായിട്ട് വരുന്ന എണ്ണമാണ്. എല്ലാവരും ഓർമ്മ ഉണ്ടായി. കോഴിക്കോട് രാമനാട്ടായിരുന്നു. ഇത് ഭയങ്കര ആക്റ്റീവാണ്. ഇന്നലെ എവിടെയാണ് പരിപാടി? ഇന്നലെ വേറൊരു ഗ്രൂപ്പ് മീറ്റിന് പോയിട്ട് വന്നായിരുന്നു. പല ഗ്രൂപ്പ് മീറ്റിന് പരിപാടിക്ക്. അപ്പൊ താങ്ക് യു. അപ്പൊ സോറി കേട്ടോ. പിന്നെ നമ്മള് ചീഫ് ഗസ്റ്റിനെ പരിചയപ്പെടുത്തണം. നമ്മൾ ഈ പ്രോഗ്രാമിൽ നിന്നൊരു ചീഫ് ഗസ്റ്റ് ഉണ്ട്. എച്ച് മെഹബൂബ് എന്ന അനശ്വര ഗായകന്റെ ശിഷ്യനും കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ ചലച്ചിത്ര പിന്നണി ഗായകനും കൂടിയാണ് അദ്ദേഹം. ചഞ്ചല എന്ന സിനിമയിലൊക്കെ പാടിയിരുന്നത്. പിന്നെ ജൂനിയർ മെഹബൂബ് അറിയാലോ. ജൂനിയർ മെഹബൂബിന്റെ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ ജൂനിയർ മെഹബൂബായി ഇതിലേക്ക് ആർദ്രവുമായി സ്വാഗതം ചെയ്തു. ഒരു 2 വാക്കും ജസ്റ്റ്. മണ്ടത്തരങ്ങളും അല്ലേ, അതാണ് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവരും ഉള്ളൊരു സംഭവമുള്ളത്. മെമ്പറാണ്, പക്ഷെ ആദ്യമായിട്ടാണ് നിങ്ങളുടെ കൂടെ വരുന്നത് ഒരു വാർഷിക ആഘോഷം. ആദ്യമായിട്ട് എല്ലാവർക്കും ഇന്നത്തെ റിപ്പബ്ലിക് ആശംസകൾ നേരിടും. അപ്പോൾ എൻ്റെ പേര് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. ഈ ജൂനിയർ ചെറുപ്പം മുതലേ പാടാൻ തുടങ്ങിയപ്പോഴാണ് ഈ ജൂനിയറിനെ വിളിച്ചുകൊണ്ട് അങ്ങനെ ജൂനിയർ മെഹബൂബ് തന്നെയായിരുന്നു. മെഹബൂബ് തന്നെ എൻ്റെ ഒപ്പം പേര് തന്നെയാണ്. മെഹബൂബായുടെ ശിഷ്യനാണ്. ബാക്കി കാര്യങ്ങൾ നമ്മൾ യാത്രയിൽ പല ഘട്ടങ്ങളിലായിട്ട് അറിയാം. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം, ആശംസകൾ. താങ്ക് യു. മെഹബൂബായി നമ്മളെ മെഹബൂബായുടെ 2 പാട്ടൊക്കെ പാടും. അതാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഈ കായലും അങ്ങനെയുള്ള നമുക്ക് അത്രയും പഴയ പാട്ടുകളോടാണ് അല്ലേ താല്പര്യം. ഓക്കെ, ഇനി നമുക്ക് കാര്യങ്ങളെ ഗ്രൂപ്പിന്റെ അടിസ്ഥാനമായിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ കൂടുതൽ മെമ്പേഴ്സ് ഉണ്ടാവുക, നമ്മളെല്ലാവരും സൗഹൃദങ്ങൾ കൂട്ടുക, വളരെ ഒരു കൂട്ടായ്മയിലൂടെ പോകാനാണ് അല്ലേ. പക്ഷെ കഴിഞ്ഞ വർഷം നമുക്ക് സ്ട്രെങ്ത് നമുക്ക് കുറഞ്ഞു. പക്ഷെ പലർക്കും പലരും പല തിരക്കിലാണ്.
അപ്പൊ നമ്മൾ ഈ ഗ്രൂപ്പിൽ ഏറ്റവും ആവശ്യമുള്ള കാര്യം ടോപ്പ് സ്കോറർ എന്നുള്ള സംഭവം. ടോപ്പ് സ്കോറർ എന്ന് പറയാൻ കാര്യം വരുന്നില്ല. ഗ്രൂപ്പിലെ പോസ്റ്റുകൾ വരുമ്പോൾ നമ്മുടെ അഡ്മിൻസിന് അറിയാം 500 പേര് 600 പേരൊക്കെ കാണുന്നുണ്ട്. പക്ഷെ അതിൽ ലൈക്ക് കമന്റ്സ് സാധനങ്ങളൊക്കെ വളരെ കുറവാണ്. അത് നമുക്കറിയാം 500 പേര് 1000 പേരുടെ പോസ്റ്റുകൾ. അപ്പൊ നമുക്കത് മാക്സിമം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ ആസൂത്രണം ചെയ്യുന്ന ഒരു പരിപാടിയാണ് ടോപ്പ് സ്കോറർ. അത് ഏറ്റവും കൂടുതൽ ലൈക്കും കമന്റ്സും കൊടുത്ത ആൾക്കാർ. അപ്പൊ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാത്ത അത് ഞങ്ങൾ സൂക്കറിന് വിട്ടുകൊടുത്തു, ഫേസ്ബുക്കിന് വിട്ടുകൊടുത്തു. അപ്പൊ ഫേസ്ബുക്ക് 3 പേര് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ടോപ്പ് സ്കോററിനായിട്ട് ഒരാളെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ആ ടോപ്പ് സ്കോറർ ആരായിരിക്കും എന്നൊന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ആരെങ്കിലും ഒന്ന് ഗസ് ചെയ്യും. ഓരോരുത്തരായിട്ട് പറയാം ആരായിരിക്കും. സൂക്കറും പറഞ്ഞത് ആൾക്കാർ കൊടുക്കുള്ളൂ, എന്നാലും ഒന്ന് ഗസ് ചെയ്യാം. ആര്? അന്നെങ്കിൽ ഞാൻ തന്നെ പറയാം. നമ്മളെ ടോപ്പ് സ്കോറർ മൃദുലയാണ്. സമ്മാനം കൊടുക്കുന്നത് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ടോപ്പ് സ്കോററായ സജിത്താണ് സമ്മാനം കൊടുക്കുന്നത്. ഇനി ഈ സമ്മാനത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് ഞാൻ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കേൾക്കുന്നൊക്കെ മനസ്സിലായില്ല. നമ്മൾ ഇങ്ങനെയുള്ള സംഗമങ്ങളെല്ലാം മധുര തരമാണല്ലോ. ഒരു സ്വീറ്റാണ്. നമ്മൾ ഈ പ്രാവശ്യം സ്വീറ്റാണ് നമ്മൾ കൊടുക്കുന്നത്. ശാന്തിലാലിന്റെ ഏറ്റവും നല്ല ബെസ്റ്റ് സ്വീറ്റാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. വീട്ടിൽ പോയിട്ട് ഷുഗർ കഴിക്കണം, മറ്റൊരു കൊടുക്കുക. സജിത്ത് സമ്മാനം കൊടുക്കുക. എല്ലാവരും എനിക്ക് ആ സമ്മാനം കൊടുക്കുന്നു. സജിത്ത് സമ്മാനം കൊടുക്കുന്നു. ഓക്കെ, കൈയിടുക. താങ്ക് യു. രണ്ടാം സമ്മാനത്തില് ടോപ്പ് സ്കോററായിട്ട് സെക്കൻഡ് പ്രൈസ് വന്നിരുന്ന 2 പേരാണ് ഈ സമ്മാനം പങ്കിട്ടിരിക്കുന്നത്. ആ 2 പേര് ആരൊക്കെയാണെന്നൊന്ന് പറയാൻ പറ്റുമോ? ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? പാർവതി മേനോന്ന് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എന്ന് ഞാൻ തന്നെ പറയാം. ഷൈൻ മജീദാണ് രണ്ടാം സമ്മാനത്തിന് അർഹനായിരിക്കുന്ന ഷൈൻ മജീദിന് സമ്മാനം. ഷൈൻ മജീദിന് സമ്മാനം നൽകുന്ന സുമംഗല സുനിലാണ്. സുമംഗല സുനിലാണ് ഷൈൻ മജീദ്. ഷൈൻ അത് വാങ്ങിച്ചു. ഓക്കെ, ഇപ്പൊ ആദ്യത്തെ മാർക്ക് 100 മാർക്ക് മേടിച്ചാണ് മൃദുല. 99 മാർക്ക് ഷൈൻ മജീദ് വാങ്ങിച്ചു. ഇനി 98 മാർക്ക് വാങ്ങിച്ച ഒരാൾ കൂടി ഉണ്ട്. അതിനുമ്പ് എല്ലാവർക്കും റിക്വസ്റ്റ് ഉണ്ട്, മാക്സിമം എല്ലാവരും ഗ്രൂപ്പിൽ കയറാൻ നോക്കുക. കാരണം നമുക്കത് കാരണം സന്തോഷമാണ്. പലരും പരാതി പറയുന്നുണ്ട് പോസ്റ്റ്. അത് 3ാമത്തെ സ്ഥാനത്തിന് അർഹൻ ആരായിരിക്കും? ഒരു പറയാവോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ തന്നെ പറയാം. ജയനാരായണനാണ് 3ാം സമ്മാനം. ജയനാരായണന് സമ്മാനം നൽകുന്നത് ഗോപിനുണ്ണി മേനോൻ സാറാണ്. ഗോപിനുണ്ണി മേനോൻ സാർ, പ്ലീസ് ഡൗൺ. ഗോപിനുണ്ണി മേനോൻ സാർ എവിടെ? ഗോപിനുണ്ണി സാർ, ജയനാരായണൻ സാർ. കൊച്ചമ്പണിയുടെ കെട്ടിയാന്റെ സമ്മാനം കിട്ടി. 2 ഷുഗറാണ്. 2 തിന്നാൻ പറ്റില്ലത്. ഓക്കെ അല്ലേ? തീർച്ചയായിട്ടും കൊടുക്കാതിരിക്കാൻ പറ്റാത്തൊരു സമ്മാനം തന്നെ. അതായത് ആതുര സേവനം, ജീവകാരുണ്യ പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞാൽ ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സംഭവം തന്നെ. ഒരു മിനിറ്റ് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഒരുപാട് പേരെ സഹായിക്കാൻ 2 വ്യക്തികൾ നമ്മുടെ ഗ്രൂപ്പിലുണ്ടായിരുന്നു. ഒന്ന് സലീം ഷക്കൂറാണ്, അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല. പിന്നെ ഒരാൾ നമ്മുടെ ഗ്രൂപ്പിൽ വളരെ സജീവമായിട്ടുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിൽ അതിന്റെ പോസ്റ്റിംഗ് കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും. ഒരുപാട് ലിവർ ഡാമേജായ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത രോഗികളെ സഹായിക്കുന്ന മഹത് വ്യക്തിയാണ് അദ്ദേഹം, നമ്മുടെ നസീമ. നസീമയ്ക്ക് ഒരു സമ്മാനം നമ്മൾ ഗ്രൂപ്പിനെ വക കൊടുക്കുകയാണ്. ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഏറ്റവും കൂടുതൽ സജീവമായി നിന്ന് ജനങ്ങളുടെ നല്ല നന്മയിലേക്ക് ജനങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന് നസീമയെ ഒരു സമ്മാനം കൊടുക്കുകയാണ്. നസീമയ്ക്ക് സമ്മാനം കൊടുക്കുന്നത് എലിസബത്ത് ടീച്ചറാണ്. നമ്മളിലേക്ക് എലിസബത്ത് ടീച്ചറിനെ ക്ഷണിക്കുന്നു. അതെ, നസീമ ടീച്ചർ. നിങ്ങളുടെയൊക്കെ അഭിമാനമാണ് നസീമ, അറിയോ? അത്രയും അല്ലേ? എത്ര പേരെ സഹായിക്കുന്ന നസീമയുടെ പോസ്റ്റിലൂടെ എന്നറിയോ? താങ്ക് യു. ഇനി പ്രകാശനം നടത്തി വളരെയധികം ഗംഭീരമായിട്ട് നമ്മൾ ചെയ്തു.
ഇപ്രാവശ്യം നമ്മുടെ വിജയലക്ഷ്മി നമ്മളെ ലച്ചു ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു, നായരായിരുന്നു, കൊച്ചുണ്ണി നായരായിരുന്നു. ഈ പുസ്തകത്തിന്റെ പ്രകാശനം ഓൾറെഡി കഴിഞ്ഞതാണ്. ഞങ്ങളെല്ലാവരും കുറച്ച് പേര് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ കുൽസുംബായി മറ്റൊക്കെ പിന്നെ ഹംസഭായൊക്കെ പോയിരുന്നു. അപ്പൊ നമ്മൾ ഇവിടെയും ഒരു പുസ്തക പ്രകാശനം അതെന്തായാലും ചെയ്യണേ. അപ്പൊ ആ പുസ്തക പ്രകാശനം ജസ്റ്റ് ഒന്ന് അത് ചെയ്തു. പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ജൂനിയർ മെഹബൂബാണ് പ്രകാശനം ചെയ്യുന്നത്. ആ പുസ്തകം ഏറ്റുവാങ്ങുന്നത് ഹാരിസ് സേട്ടാണ്, കഴിഞ്ഞ പ്രാവശ്യത്തെ എഴുത്തുകാരൻ. അല്ല, നിങ്ങളാ പുതിയ പുസ്തകം ഏറ്റുവാങ്ങുന്നത്. പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ജയനാരായണ അത് കൊടുക്കാം. പുസ്തകം പ്രകാശനം ചെയ്യുന്നത് പ്രശസ്ത പിന്നണി ഗായകൻ ജൂനിയർ മെഹബൂബാണ്. പുസ്തകം ഏറ്റുവാങ്ങുന്നത് ഷേഖ് ഹാരിസ്, കഴിഞ്ഞ പ്രാവശ്യത്തെ കഥാകൃത്ത്. പുസ്തകം തുറന്നിട്ടൊന്ന് കാണിച്ചു. ലച്ചു ഫ്രണ്ടിലേക്ക് നിൽക്ക്. ആ ഓക്കെ ഓക്കെ. ആ അടിപൊളി അടിപൊളി. ഈ പുസ്തകത്തിന്റെ കോപ്പി കുറച്ചുകൂടെ കൊണ്ടിട്ടുണ്ട്. ആവശ്യമുള്ളവരൊക്കെ വാങ്ങിച്ചാൽ നന്നായിരിക്കും എന്നൊരു അഭ്യർത്ഥനയുണ്ട്. കൊടുത്തോ. ആ ഓക്കെ. ഹലോ, रिमझिम गिरे सावन, सुलग सुलग जाए मन, भीगे आज इस मौसम में, लग जैसे ये अगन, रिमझिम गिरे इस अजनबी से महफिल में
ഔട്ടായ കയറി പിടിക്കില്ല. ഔട്ടായില്ലേ? അപ്പൊ ഔട്ടായി. അവിടുത്തെ ഇനി അടുത്ത ഔട്ടായ പിടിച്ചത്. ഔട്ടായി. Bye. I can see it in your eyes, I can see it in your smile. You're all I've ever wanted, and my arms are open wide, 'cause you know just what to say. I've been alone with you inside my mind, and in my dreams I kiss your lips 1,000 times. I sometimes see you pass outside my door. Hello, is it me you're looking for? I can see it in your eyes, I can see it in your smile. You're all I've ever wanted, and my arms are open wide, 'cause you know just what to say, and you know just what to do. I thank you so much. I love you. I long to see the sunlight in your hair, and tell you time
time and time again how much I care. Sometimes I feel my heart will overflow. Hello, I just got to let you go, 'cause I wonder where you are. സംസാരിച്ചോണ്ടിരിക്കും. പാറു വന്ന് ഇങ്ങോട്ട് കയറി. കുൽസും സ്മൈൽ സ്മൈൽ കുൽസും ചേച്ചി ചിരിക്ക്. പിന്നെ നല്ല ഉഗ്ര സ്മൈലുണ്ട്. ഓക്കെ ചിരിക്കൂ. നമുക്ക് വീഡിയോ യൂട്യൂബിലിടാനാണ്. ചിരിക്കൂ ചിരിക്കൂ. ചിരി ചിരി. ഗൗരി വിളിച്ചിരിക്കേ. ഓ കണ്ടോ തുള്ളി തുള്ളി നീ വരുമ്പോ കള്ളിയവൾ കളി പറഞ്ഞു കാമുകന്റെ കഥ പറഞ്ഞോ നീലാഞ്ജന പുഴയിൽ നീരാടി നിന്ന നേരം പുറത്തു വയ്ക്കുമീ ഭയങ്കര വ്യൂവാണ് നോക്കിയാൽ. സൂപ്പർ വ്യൂവാണ് നോക്കിയാൽ. കടമക്കുടി കടമക്കുടി ഉഗ്ര വ്യൂവാണ് വേണ്ട. വീഡിയോ വീഡിയോ രണ്ടുപേരും എടുത്തരാം.
മണിയറയിൽ നിന്ന് വിളങ്ങി കരിവളകൾ ചേർന്നു താമരയുടെ മിഴികൾ തിളങ്ങി തരുണി മണി വീടിന വീസ മണിയറയിൽ നിന്ന് വിളങ്ങി മണിയറയിൽ നിന്ന് വിളങ്ങി മകരക്കുളിരില്ല മലയാള നാടില്ല ഓർമ്മകൾ പാടിയ പാടവരമ്പത്ത് വിത്തും വിതയും വിളയുമില്ല. ചിരിക്കും പൊട്ടത്തരം ഗ്രൂപ്പാണിത്, തമാശ ഗ്രൂപ്പാണ്. അപ്പൊ ചിരിച്ചില്ലെങ്കിൽ ശരിയാവില്ല. Oh
ഒരു ഗാനം മാത്രമെൻ ഒരു ഗാനം മാത്രമെൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂളാം ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ